ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ ഇന്നാണ് പറ്റുന്നത്. അപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. പക്ഷേ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ സ്കൂളില്ല എന്നുള്ള കാര്യം. സ്കൂളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 ദിവസമായിട്ട് സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ അവർക്ക് രാവിലെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂൾ പോകാതെ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം, പഠിക്കണം, അമ്മനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ടുപേരും അതൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉച്ചയ്ക്കായപ്പോഴാണ് രണ്ടുപേരും സ്കൂളില്ല എന്നുള്ള വിവരം അറിയുന്നത്. അതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം സ്കൂളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും പഠിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഓണപരീക്ഷ ആവാറായി മിസ്സുമാർ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യിക്കാൻ വേണേ. അപ്പോൾ ഞാൻ അവരോട് വെറുതെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ജനൽ കമ്പിയും സ്റ്റെയറിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തുടച്ച് തരുമോ എന്ന് ചോദിച്ചേ. വെറുതെ പറഞ്ഞാൽ അവർ ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് എനിക്ക് സ്റ്റെയർ കമ്പിയും ജനൽ കമ്പിയും ഒക്കെ തുടച്ച് തന്നെ. അപ്പോൾ ജനലിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ എന്നെ വിളിക്കുന്നത്. ഇതാ അവർ പണിയെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടുപേരും ചെറിയ ഓരോ പഴയ തുണി കഷ്ണമൊക്കെ ഞാൻ പുറത്ത് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഞാൻ തുണി നനച്ച് തുടക്കുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല. അതിൽ ഓരോ തുണി കഷ്ണം എടുത്ത് നനച്ചിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ തുടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കാണിച്ചും തരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് താത്താൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിന്നപ്പോഴേക്കും രണ്ടുപേർക്കും താത്താൻ്റെ അടുത്തേക്ക് കളിക്കാൻ വേണ്ടി പോകണം, മോളടുത്തേക്ക്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് അവർ കളിക്കാൻ വേണ്ടി പറഞ്ഞയച്ച് അവർ പോയ തക്കത്തിൽ ഞാൻ വേഗം വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് ചോറൊക്കെ ആയി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയും കുറവായതുകൊണ്ട് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നല്ല മഴയൊക്കെ ആണെങ്കിൽ എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊന്നും പറ്റില്ല, കളിക്കാനും പറ്റില്ല. അപ്പോൾ ഈ കുട്ടികളല്ലേ, നമ്മളെപ്പോലെ കുറേ നേരം എന്തായാലും വീട്ടിൽ നിൽക്കാൻ അവർക്ക് പറ്റത്തില്ലല്ലോ. ഒരുപാട് സമയം നിൽക്കുമ്പോൾ അവർക്ക് ബോറടിക്കും. അപ്പോൾ കളറിംഗ് ബുക്കും അതുപോലെ TV ഒക്കെ വെച്ചരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു താല്പര്യമൊന്നും രണ്ടുപേർക്കും കാണിക്കുന്നില്ലേ. അപ്പോൾ പാവലെ പോയി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ അമ്മ അത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ വേഗം തീർക്കുകയാണ്. അപ്പോൾ കറി രാവിലെ തന്നെ വെള്ളരിക്ക കറി വെച്ചുകൊണ്ട് ഉച്ചക്കത്തേക്ക് പിന്നെ കറി വെക്കേണ്ടതൊന്നും വന്നില്ല. ആ കറി തന്നെ ഉണ്ട്. പിന്നെ വാഴ മുറിച്ചുകൊണ്ട് തന്നെ വാഴേൻ്റെ തണ്ടുണ്ടായിരുന്നേ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്, ഉണ്ണിത്തണ്ട് എന്നറിയാം. അപ്പോൾ അത് പിന്നെ ഉച്ചയ്ക്ക് ചെറുപയറിട്ടിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ചിട്ട് ഇന്ന് മീനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മീൻകാരനെ ഞാൻ കുറച്ച് നേരം നോക്കി. വണ്ടീൻ്റെ സൗണ്ട് കേൾക്കാത്തതാണോ ഇന്ന് വരാത്തതാണോ എന്നറിയില്ല. ഞാനാണെങ്കിൽ താത്തനോട് ചോദിക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കളിക്കാൻ പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ മിസ് അയച്ച വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇന്നലെ അയച്ചിട്ട് വരുന്നത് രാത്രി ഞാൻ അധികം വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മക്കൾക്ക് സ്കൂളില്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ മെസ്സേജും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലീവിൻ്റെ എന്തെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരുന്നു മീനാക്കാത്തത്. വർക്ക് ഇരുന്നു എന്ന് അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും അവർ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തുടങ്ങിയാലാണ് രാത്രി കിടക്കുന്നതിന് മുമ്പെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കത്തുള്ളൂ. കാരണം ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ രണ്ടുപേരും കളിക്കാൻ വേണ്ടി പോകും. പിന്നെ എന്തെങ്കിലും ഒച്ചയൊക്കെ ഇട്ടിട്ട് വേണം ഇരുത്താൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെ വെച്ചിട്ടാലും ഞാൻ മാറിക്കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ നിന്ന് മാറും. അങ്ങനെ ഡൈനിങ് റൂമും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗത മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് പണിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചളിയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് അവിടേക്ക് ഒന്ന് ഹൗസിൽ വെള്ളം അടിച്ചിട്ടൊന്ന് ചളിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേഗം അവിടെയൊക്കെ ഒന്ന് ഹാളും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കി എടുത്തേ. രാവിലെ വെച്ച വെള്ളരിക്ക കറീൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ വേറെ കറിയും കാര്യങ്ങളൊന്നും വെക്കാൻ വേണ്ടി നിന്നില്ല. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് എന്തെങ്കിലും കറിയൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് വേഗം ഉണ്ണിത്തണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ ആദ്യം ഞാൻ ചേച്ചിക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തുവിട്ടപ്പോൾ ചേച്ചി അച്ചാറിട്ടാൽ നല്ല രസമാണ്, ഉപ്പിലിട്ടാൽ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഞാനാണെങ്കിൽ ഇപ്രാവശ്യം സാധാരണ കിട്ടിക്കഴിഞ്ഞാൽ അച്ചാറൊക്കെ ഇടാറാണ് പതിവ്. ഇവിടെ അച്ചാർ തനിക്കുട്ടി നന്നായിട്ട് തിന്നത് കൊണ്ടും അച്ചാർ തിന്നുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ചു അച്ചാർ ഇടണ്ടാന്ന്. പിന്നെ കുറച്ച് ഞാൻ ഉപ്പിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപ്പ് പിടിക്കുന്നതിന് മുമ്പേ അവൾ തിന്നു തീർക്കും. അപ്പോൾ ഉപ്പിലിട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നേ. അങ്ങനെ താത്താക്ക് കൊടുത്തപ്പോൾ താത്ത തേങ്ങയൊക്കെ അരച്ച് ചതച്ച് വെച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. കേട്ടപ്പോൾ അങ്ങനെ വെക്കണം എന്നൊക്കെ തോന്നിയെങ്കിലും തേങ്ങ പോയി നോക്കുമ്പോൾ പൊളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മടിയായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എളുപ്പത്തിൽ വെക്കാമെന്നുള്ളത്. കാരണം ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ഇന്ന് നല്ല ഇപ്പോൾ 4 ദിവസമായിട്ട് മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മടിച്ചായിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴാണ് ആ മടിയൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ വേഗം ഉണ്ണിക്കാമ്പ് അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വേഗം അരിഞ്ഞെടുക്കുകയാണ്. ചെറുപയർ നേരത്തെ വെള്ളത്തിലിട്ടേക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ താത്താനോട് വർത്തമാനം പറഞ്ഞിരുന്ന നേരത്തിൽ ഞാൻ അതൊക്കെ മറന്നു പോയിട്ടോ. പിന്നെ അത് വേഗം കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. രണ്ടും കൂടി ഒരുമിച്ച് വിസിലടുപ്പിച്ചെടുത്താൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ ഇനി ചെറുപയർ എങ്ങാനും
വെന്ത് കിട്ടിയിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ചെറുപയർ ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച്. അപ്പോൾ നോക്കുമ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്ത് പോവുകയും ചെയ്ത്. പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, ചെറുപയർ മാറ്റി വെച്ചിട്ട് രണ്ടാമത് ഉണ്ണിക്കാമ്പ് ഇട്ടിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഉണ്ണിക്കാമ്പും കൂടി വെന്ത് കിട്ടിയപ്പോൾ പിന്നെ രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കുക്കറിലേക്ക് തന്നെ ചെറുപയർ ഇട്ടിട്ട് ഒരുമിച്ച് ആക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറും കൂടി വെക്കണമായിരുന്നേ. അപ്പോൾ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ചെറിയൊരു ചെമ്പ് ചോറ് മതിയാവും ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ കെറ്റിലാണ് വെള്ളം വെക്കുന്നത്, ഗ്യാസ് മാത്രം കത്തിക്കുന്നതുകൊണ്ട് തന്നെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചോറിനുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ കെറ്റിലാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ അടുക്കളേൻ്റെ പണി തീർന്നാലാണ് അടുപ്പും കാര്യങ്ങളിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേഗം ഇരുന്ന് കുടിക്കുമ്പോഴേക്കും അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. റേഷൻ്റെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടിക്കോളും. അപ്പോൾ മഴക്കാലമാകുമ്പോൾ നമുക്ക് ചോറ് തിന്നാൻ നേരത്ത് ഊറ്റണം എന്നുണ്ടെങ്കിൽ റേഷൻ അരിയേ പറ്റത്തുള്ളൂ കേട്ടോ. മറ്റേ നല്ല അരിയൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരുപാട് ടൈം എടുക്കുമല്ലോ. അങ്ങനെ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളവും കൂടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉണ്ണിക്കാമ്പ് വെന്തിട്ടി. അങ്ങനെ വെള്ളം ചൂടായപ്പോൾ അമ്മയ്ക്ക് വേഗം വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടുപേരും അകത്തിരുന്ന് പഠിക്കാതെ നല്ല കളിയായതുകൊണ്ട് രണ്ടുപേരും ഞാൻ എൻ്റെ അടുത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. കൺമണിക്കുട്ടിയാണെങ്കിൽ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൗണ്ടോ അനക്കോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കലേ കിട്ട പണി. ഇപ്പോൾ അമ്മ കുളിക്കാൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് അവൾ. അപ്പോഴേക്കും ഇതാ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വേഗം ഊറ്റി വെച്ച്, കഞ്ഞിവെള്ളമാണെങ്കിൽ തനിക്കുട്ടിക്കും കൺമണിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറ് ഊറ്റുമ്പോൾ തന്നെ കഞ്ഞിവെള്ളം കളയല്ല അമ്മ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വേഗം അവർക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം മാറ്റി വെച്ച് അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വേഗം ഉപ്പേരി വറവിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നേരെ ചോറ് കൊടുക്കുക. കാരണം നല്ല തണുപ്പായതുകൊണ്ട് കുളിച്ച് വരുമ്പോൾ ഭയങ്കര ഒരു തണുപ്പിരിക്കുമല്ലോ. അപ്പോൾ ചോറും കൂടി കഴിച്ച് കഴിഞ്ഞാൽ തണുപ്പിനൊരാക്കിയിരിക്കൂലേ. അപ്പോൾ വേഗം അതാ വറവിടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കറിവേപ്പില പറിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ തനിക്കുട്ടീനോട് വേഗം പോയിട്ട് കറിവേപ്പില പറിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൾ വേഗം പറിക്കാൻ വേണ്ടി പോയെ. ഒരുപാട് തൈ നട്ടിട്ട് ഇപ്പോഴാണ് ഒരു തൈ പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം പല വീഡിയോയിലും പല ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോയിൽ മാത്രമല്ല, ഇപ്പം എൻ്റെ അനിയത്തി ആയാലും ചേച്ചി ആയാലും കറിവേപ്പില പറിക്കണമെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പറിക്കുന്നുണ്ടാകുമ്പോൾ ഞാനും ഇങ്ങനെ വിചാരിക്കും എനിക്കിതേപോലെ എന്നാണാവോ ഒന്ന് പിടിച്ച് കിട്ടുക എന്നുള്ളത്. എന്തായാലും ഒരു തൈ പിടിച്ച് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായേ. കാരണം പല സ്ഥലത്തുനിന്നും തൈ കൊടുന്ന് നട്ടിട്ടുണ്ടെങ്കിലും ഒരു തൈ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. 7ാമത്തെ തൈയാണ് കേട്ടോ നട്ടിട്ട് എനിക്ക് പിടിച്ച് കിട്ടുന്നത്. അങ്ങനെ ഇതാ വറവൊക്കെ ആയതിനു ശേഷം വേഗം ചെറുപയറും അതുപോലെ തന്നെ ഉണ്ണിത്തണ്ടും കൂടിയിട്ട് ഇതാ ഞാൻ വറവിലേക്ക് തട്ടി മാറ്റിയേ. ഇന്നാണെങ്കിൽ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറ് തിന്നാൻ വലിയ ഉഷാറൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ ഉണ്ടെങ്കിലാണ് കേട്ടോ ചോറ് തിന്നാൻ ഒരു ഉഷാറുള്ളൂ. ഇന്നിപ്പോൾ ഉണ്ണിക്കാമ്പ് ഉപ്പേരിയും അതുപോലെ തന്നെ വെള്ളരിക്ക കറി മാത്രമേ ഉള്ളൂ. വറവിട്ടപ്പോൾ തന്നെ കൺമണിക്കുട്ടിക്കും തനിക്കുട്ടിക്കും നല്ല രീതിയിൽ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ വിശപ്പൊന്നുമല്ല, ഉണ്ണിത്തണ്ട് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ടുള്ള വിശപ്പാണ് കേട്ടോ. ശരിക്കും വിശന്നിട്ടൊന്നുമില്ലേ. അങ്ങനെ രണ്ടുപേരും ഇനി മതി അമ്മ, വൈകുന്നേരം പഠിച്ചോളാം, ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ട് പോയേ. അപ്പം ഞാൻ വേഗം അമ്മയ്ക്കുള്ള ചോറ് കൊടുക്കാൻ കേട്ടോ. അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നേരം വേകാൻ പറ്റൂല. അപ്പോൾ വേഗം അമ്മയ്ക്കുള്ള ചോറ് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അമ്മയ്ക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് നിന്നിട്ട് വേഗം ഭക്ഷണം കഴിച്ചേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും മുമ്പിട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനും ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും നമസ്കാരം. ടാറ്റ, ബൈ ബൈ.